ഹലോ ഗൈസ്, ജസ്റ്റ് കിട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കക്കർച്ചിയാണ്. റോസ്റ്റ് കക്കർച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കക്കർച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം അതിൽ നമുക്ക് മണ്ണും പിന്നെ അതുപോലെ കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയാലാണ് നമുക്കത് വൃത്തിയാവുള്ളൂ. അതിനുശേഷം നമുക്കത് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വെച്ചല്ലെങ്കിൽ 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം വേണം വേവിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന് ശേഷം നമുക്കൊരു എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് ചേർക്കാം. പിന്നെ അടുത്ത് നമുക്ക് വേപ്പിലയാണ് നമുക്ക് ആവശ്യത്തിന്. മണത്തിനനുസരിച്ച് വേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. അടുത്ത് നമുക്കൊരു പാൻ ചൂടാക്കാം. ഇനി നമുക്ക് അതിലേക്ക് മസാല സെറ്റ് ആക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ആ പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ വേവിക്കണേൽ ഇട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം പാടില്ല, കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് നമ്മൾ ഈ മസാലയിലേക്ക് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. നമുക്ക് എരിവിനനുസരിച്ച് 1-2 ടീസ്പൂൺ വീതം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മസാലയിലേക്ക് നമുക്ക് അടുത്തത് നമുക്ക് മസാലപ്പൊടിയാണ് ഇടാനുള്ളത്. അപ്പോൾ ഒരു 1-1.5 ടീസ്പൂണോളം നമുക്ക് ആ മസാലപ്പൊടി, നല്ല ഗരം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കക്കർച്ചി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പുറത്ത് നമ്മുടെ മസാലയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നാളികേരമാണ്. ഒരു അരമുറി നാളികേരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നാളികേരം ഇഷ്ടമുള്ളവർ കിട്ടാൻ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നാളികേരം എല്ലാവർക്കും ഇഷ്ടമാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ നാളികേരം ഇട്ടിട്ട് ഞാൻ മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കക്കർച്ചിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വെന്ത് വന്നിട്ടുള്ള കക്കർച്ചി നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കക്കർച്ചി ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ആ മസാല കക്കർച്ചിമേക്ക് പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയൊരു ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ എൻ്റെ കക്കർച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.